ഹായ് ഓൾ വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു പാൽ വാഴക്കട റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കതെങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് അറിയാനായിട്ട് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ ഇതേ ഒരു പാനിൽ കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് സാഗോ അല്ലെങ്കിൽ സാബൂനരി ഒന്ന് കഴുകിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് നല്ലപോലെ കുക്കായിട്ട് വരണം. ഈ വെള്ള കളറൊക്കെ ഒന്ന് മാറി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരണം. ഒരു വെള്ളത്തിൻ്റെ കളറിലുണ്ടല്ലോ ആ കളറിലേക്ക് മാറണം. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കായിട്ടുണ്ട്. ഇനിയും നല്ലപോലെ കുക്കായി വരാനായിട്ടുണ്ട്. പിന്നെ നമ്മളിത് കുക്കായി വരുന്ന സമയത്ത് തടി പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നല്ലപോലെ ഒന്ന് കുക്കായി വരട്ടെ, എല്ലാം ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിപ്പോൾ ഞാൻ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ നെയ്യൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വറുത്തെടുക്കണം. ഇതൊന്നൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ഇനി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒന്ന് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുക്കാം. ഇവിടെ അധികം കിസ്മിസ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി അതൊന്ന് നല്ലപോലെ ഒന്ന് വീർത്ത് വരണം. ഇപ്പോൾ ഇത് കാഷ്യൂനട്ടും കിസ്മിസും ഒക്കെ ഒന്ന് പാകമായി വരുന്നുണ്ട്. ഇത് നല്ലപോലെ വീർത്ത് വരുന്ന സമയത്ത് നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റി വെക്കണം. ഇനിയിപ്പോൾ ഇതേ നെയ്യിലേക്ക് തന്നെ ഞാൻ 2 നേന്ത്രപ്പഴം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് കുക്കായി വരട്ടെ. ഒരുപാട് വെന്തുടയണമെന്നൊന്നുമില്ല, എന്നാലും ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കായി കിട്ടിയാൽ മതി. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യുക. ഇപ്പോൾ ഇതേ പഴമൊക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ചായി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇപ്പോൾ നമ്മുടെ സാഗോ ഒരുവിധം ഒരു 1/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് 2 കപ്പ് പശുവിൻ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഈ പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊക്കെ ഒന്ന് മിക്സായി അതുപോലെ തന്നെ പാലൊക്കെ നല്ലപോലെ ഒന്ന് ചൂടായിട്ട് വരണം. അപ്പോൾ അതുവരെ നമുക്ക് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പാലൊക്കെ നല്ലപോലെ ചൂടായി ഇതൊന്ന് തിക്കായിട്ട് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഒരുപാട് മധുരത്തിലുള്ള ഒരു റെസിപ്പി അല്ല അത്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. പഞ്ചസാരയൊക്കെ നല്ലപോലെ ഒന്ന് മെൽറ്റായി വരട്ടെ. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നല്ലപോലെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വാട്ടി വെച്ചിട്ടുള്ള ആ പഴം മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ പഴവും ഈ പാലും എല്ലാം കൂടെ ഒന്ന് മിക്സായി വരട്ടെ. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ പഴം ഒന്ന് വാട്ടാതെ ഡയറക്റ്റായിട്ട് ഈ പാലിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് പിരിഞ്ഞ പോലെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ നെയ്യിൽ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഈ മധുരമുള്ള എല്ലാത്തിലും ആ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഇടുമല്ലോ ഒരു നുള്ളു ഉപ്പ്. അതുപോലെ തന്നെ ഇതിലേക്കും നമുക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരുപാട് ഉപ്പിടണ്ട, ജസ്റ്റ് ആ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇരിക്കും തോറും ഒന്നും കൂടെ ഒന്ന് തിക്കായിട്ട് വരും. അങ്ങനെ ലൂസായിട്ട് നമ്മൾ ഇങ്ങനെ കുടിക്കുന്നതല്ല, ഇച്ചിരി ഇങ്ങനെ കോരി കഴിക്കുന്ന രൂപത്തിലാണ് ഇത് ഉണ്ടാവുക. അപ്പോൾ അത് ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഇത് ചൂടോടെ വേണമെങ്കിൽ ചൂടോടെ കഴിക്കാം, അതല്ലെങ്കിൽ ചൂടാറിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. ഞാനിപ്പോൾ ചൂടോടെ തന്നെ സെർവ് ചെയ്യാണ്. ചൂടാറിക്കഴിഞ്ഞാൽ ഒന്നും കൂടി തിക്കായിട്ട് വരും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കാം. അപ്പോൾ നമുക്കിതുപോലെ നല്ല റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.